ജീവിച്ചു കഴിഞ്ഞ സമയങ്ങൾ പിന്നീടൊന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ? ലൈഫിലെ നഷ്ടങ്ങൾ, നേട്ടങ്ങൾ, സന്തോഷം, സങ്കടം, നിസ്സഹായതയുമെല്ലാം ഒരു തിരശീലയിൽ എന്ന പോലെ കടന്നു പോകുന്ന അവസ്ഥ. മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി എന്ന കോസ്റ്റോറിക്കൽ സിനിമയും അങ്ങനെ ഒരു ഓർത്തെടുക്കലിന് ദൃശ്യാവിഷ്കാരമാണ്. കുട്ടിക്കാലം മുതലുള്ള ട്രോമകൾ, ഒറ്റപ്പെടൽ, വൈവാഹിക ജീവിത കാലയളവിൽ നഷ്ടപ്പെട്ടു പോയ യൗവനം, പങ്കാളിയോടൊപ്പമുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ മുങ്ങിപ്പോയ സന്തോഷങ്ങളും ആത്മസംതൃപ്തിയും, അങ്ങനെ സ്ത്രീകൾ ജീവിച്ചു തീർത്ത സമയങ്ങൾ വാർദ്ധക്യത്തിൽ ഓർത്തെടുക്കുന്ന കഥാനായികയാണ് സിനിമയിലുള്ളത്. ആ തിരിഞ്ഞു നോട്ടത്തിൽ ലോകമാകെയുള്ള സ്ത്രീ ജീവിതത്തിൻ്റെ പ്രതിഫലനവുമുണ്ട് എന്നുള്ളതാണ് സത്യം. ലൈംഗികത നിഷിദ്ധമായിരുന്ന കാലത്താണ് അന്ന, പട്രീഷ്യ, മായാല എന്നിവർ വളർന്നത്. വികാരങ്ങളെ അടിച്ചമർത്തുന്ന സമൂഹത്തിൻ്റെ ചട്ടക്കൂടുകളും നിരവധി അലിഖിത നിയമങ്ങളും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് ഈ സ്ത്രീകളെല്ലാം. അവരുടെ ജീവിത സംഘർഷങ്ങളെല്ലാം വ്യക്തമായി വരച്ച് കാട്ടുന്നുണ്ട് സിനിമ. ഈ 3 സ്ത്രീകളുടെ ജീവിതം 65 വയസ്സുള്ള സ്ത്രീയുടെ ചലനങ്ങളിലൂടെ അവതരിപ്പിച്ചാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. വിഷമവും വേദനകളും നഷ്ടപ്പെടലുകളും തിരിച്ചുവരവുമെല്ലാം ചേർന്ന് സ്ത്രീലോകത്താകെയുള്ള പ്രശ്നങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്വഭാവത്തിലാണ് മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വൈവാഹിക ജീവിതത്തിന് ശേഷമുള്ള ലൈംഗികതയിലെ സംതൃപ്തിയില്ലായ്മ, ഭർതൃപീഡനം തുടങ്ങി പറഞ്ഞു പോകുന്ന രംഗങ്ങൾ പ്രേക്ഷകനെ ആഴത്തിൽ പിടിച്ചിരുത്തുന്നുമുണ്ട്. 70 വയസ്സുള്ള സ്ത്രീയുടെ കഥാപാത്രമായി എത്തുന്നത് സോൾ കാർബല്ലയാണ്. ഡോക്യുമെൻ്ററി രീതിയിൽ തുടങ്ങുന്ന ഒരു ചിത്രമായിട്ടും അതിൻ്റെ സജീവത നിലനിർത്തുന്നതും പ്രേക്ഷകനെ കഥയ്ക്കൊപ്പം പിടിച്ചിരുത്തുന്നതും സോൾ കാർബല്ലയുടെ അസാധ്യമായ പ്രകടനമാണ്. യുവതിയുടെ കഥാപാത്രം അവതരിപ്പിച്ച പൗളിനോ ബെബിനിയുടെ പ്രകടനം പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ അലിഖിത നിയമങ്ങളുടെ ഫലമായി വരുന്ന ദുരിതങ്ങളെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുമുണ്ട്. പെൺകുട്ടിയായുള്ള ജൂലിയാന ഫിലോയുടെ സാന്നിധ്യം പറഞ്ഞു വെക്കുന്നത് ആർദ്രമായ പ്രണയമാണ്. പറഞ്ഞു പോകുന്ന ഓരോ ഓർമ്മകളിലും പ്രേക്ഷകനെ ഇങ്ങനെ കൊളുത്തിയിടുകയാണ് സിനിമ. സ്ത്രീ ജീവിതത്തിൻ്റെ ഇരുൾവശങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്താൻ സംവിധായക പ്രത്യേകം ശ്രദ്ധ നൽകിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അന്റോണല്ല സുധാസാസിയാണ് സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. പല പ്രായത്തിലുള്ള സ്ത്രീകളുടെ അനുഭവങ്ങളുടെ ഇടകലരൽ കഥ പറച്ചിലിന് പ്രത്യേക ഭംഗി തന്നെ നൽകുന്നുണ്ട്. സിനിമ അതിൻ്റെ അന്ത്യത്തോടടുക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷവും പ്രത്യാശയും പങ്കുവെക്കുന്നുമുണ്ട്. സ്ത്രീകൾ തിരിച്ചുപിടിക്കേണ്ട ജീവിതകാലങ്ങളെയും കൈക്കൊള്ളേണ്ട തീരുമാനങ്ങളെയും കൃത്യമായി അടയാളപ്പെടുത്തുന്ന തരത്തിലാണ് സിനിമ അവതരണം. ക്ലൈമാക്സ് എത്തുമ്പോൾ പ്രേക്ഷകന്റെ ഹൃദയത്തിൽ വളരെ ആഴത്തിലുള്ളൊരു സ്പർശനം നൽകിയാണ് സിനിമ അങ്ങ് കടന്നു പോകുന്നത്. ഒപ്പം ആശ്വാസത്തിൻ്റെ ഒരു ചിരിയും. ബെർലിൻ മേളയിൽ പ്രേക്ഷക പുരസ്കാരം നേടിയ മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി 29ാമത് IFFKയിലും നിറഞ്ഞ കയ്യടി നേടിയാണ് മേള വിടുന്നത്. ചലച്ചിത്രമേളയിൽ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. നിറഞ്ഞ സദസ്സിൽ മികച്ച അഭിപ്രായത്തോടെയാണ് സിനിമ നമ്മുടെ നാട്ടിൽ നിന്നും യാത്രയാകുന്നതും.